ഈ വരാൻ പോകുന്ന ജൂൺ 15 മുതൽ 17 തീയതികളിലായിട്ട് കാനഡയിൽ വെച്ച് നടക്കാൻ പോകുന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുകയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 6 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇതിന്റെ കാരണം എന്നത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ ചില വിള്ളലുകളാണ് ഇതിന്റെ പ്രധാന കാരണമെന്നത്. നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയമുള്ള കാര്യമായിരിക്കും എന്താണ് ഈ G7 ഉച്ചകോടി എന്നത്. അതൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK, US, കാനഡ എന്നിങ്ങനെയുള്ള ലോകത്തിലെ ഒരു പ്രമുഖ വ്യാവസായിക സമ്പദ് വ്യവസ്ഥയുടെ അനൗപചാരികമായിട്ടുള്ള ഗ്രൂപ്പാണ് ഈ പറഞ്ഞ G7 ഉച്ചകോടി എന്നത്. അതുകൂടാതെ തന്നെ ദക്ഷിണാഫ്രിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ എന്നീ 3 രാജ്യങ്ങൾക്കും ഈ പറഞ്ഞ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇന്ത്യക്ക് മാത്രമാണ് ക്ഷണം ലഭിക്കാത്തത്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പ്രധാനമന്ത്രി മോദിയുടെ കാനഡ സന്ദർശനത്തെ കുറിച്ച് മാത്രമാണ് ഇവിടെ അനിശ്ചിതത്വം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ജൂൺ 15 മുതൽ 17 വരെ നടക്കാൻ പോകുന്ന ഉച്ചകോടിയിലേക്ക് ഇതുവരെ ഇന്ത്യക്ക് ഔദ്യോഗികമായ രീതിയിലൊന്നും ക്ഷണം ലഭിച്ചിട്ടില്ല എന്നും ഇനി അഥവാ തന്നെ ക്ഷണം ലഭിച്ചാൽ തന്നെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ല എന്നുമാണ് പുതിയ സൂചനകൾ പറയുന്നത്. ഈ പറഞ്ഞ ഉച്ചകോടി നടക്കുന്നതിന് മുമ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടാൽ മാത്രമാണ് ഇന്ത്യ ഈ പറഞ്ഞ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സാധ്യത ഉള്ളൂ എന്നതാണ് മറ്റു റിപ്പോർട്ടുകൾ വിവരങ്ങളും പറയുന്നത്. 6 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി മോദി ഉച്ചകോടിയിൽ നിന്നും ഇങ്ങനെ വിട്ടു നിൽക്കുന്നത് അഥവാ മാറി നിൽക്കുന്നത്. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിൽ കാനഡയുടെ പുതിയ ഭരണകൂടത്തിന് താല്പര്യമുണ്ടെന്ന് കനേഡിയൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അങ്കിത ആനന്ദ് ഒരു പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കാര്യങ്ങളെല്ലാം വീണ്ടും പഴയതുപോലെയായി നമ്മുടെ പ്രധാനമന്ത്രി കാനഡയിലേക്ക് പോകുമോ? എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒന്ന് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.